Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullih wa kafa billahi shahida. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'd fa inna khairal kalami kalamullah wa khairal hadithi kitabullah wa khairal hadi hadiyu Muhammadin sallallahu alaihi wasallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dalalah. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Ya ayyuhan nasu attaqu rabbakum alladhi khalaqakum min nafsin wahidah wa khalaqa minha zawjaha wa batha minhuma rijalan katsiran wa nisaa wattaqullaha alladhi tasaaluna bihi wal arham innallaha kana 'alaykum raqiba. Ya ayyuhalladzina amanu attaqullaha wa qulu qawlan sadida yuslih lakum a'malakum wa yaghfir lakum dhunubakum wa man yuti'illaha wa rasulahu faqad faza fawzan 'azima. Inna 'iddatash shuhuri 'indallahi 12 shahran fi kitabillahi yawma khalaqas samawati wal arda minha arba'atun hurum dhalika ad-dinul qayyim fala tadhlimu fihinna anfusakum wa qatilul musyrikina kaffatan kama yuqatilunakum kaffa wa'lamu annallaha ma'al muttaqീൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഹിജ്റയുടെ പുതിയ ഒരു വർഷത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. 1448 നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളറിയാതെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സന്ദർഭത്തിൽ ഒന്നിച്ചു മരിക്കുകയും ഒരു പുതിയ തലമുറ ജനിക്കുകയുമല്ല ചെയ്യുന്നത്. നമ്മളിൽ നിന്ന് ഓരോരുത്തർ നമ്മളറിയാതെ നമ്മളെ വിട്ടു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഒരു 100 വർഷം പിന്നിലേക്ക് നോക്കിയാൽ അന്നുള്ളവരൊന്നും ഇന്നില്ല. ഇനി ഒരു 100 വർഷം കഴിയുമ്പോൾ നമ്മൾ ആരുമില്ല. ക്രമേണ നമ്മളറിയാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നടന്നു നീങ്ങുന്നു എന്നതാണ് വസ്തുത. അതിന് സമയത്തിൻ്റെയോ കാലത്തിൻ്റെയോ വയസ്സിൻ്റെയോ ഒന്നും നിർണയങ്ങളില്ല. എനിക്കും നിങ്ങൾക്കും നിശ്ചയിച്ച അവധി എത്തുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചു പോകും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരു ജീവിത സമാപനം, ഞാൻ അറിയാതെ എനിക്കൊരു മരണം സംഭവിക്കുമെന്ന ബോധം നമുക്കെല്ലാവർക്കും വേണം. നമുക്കറിയില്ലല്ലോ നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന ഈ പുതിയ ഹിജ്റ വർഷത്തിലാണോ നമ്മുടെ മരണത്തിൻ്റെ വർഷം കുറിക്കപ്പെട്ടത് നമുക്കറിയില്ല. ഒരു തീയതി ഉണ്ടല്ലോ. കഴിഞ്ഞ് നമുക്ക് മുമ്പ് മരിച്ചു പോയവർക്കെല്ലാം ഒരു വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ക്രിസ്തു വർഷം ഇന്ന വർഷത്തിലാണ് അവർ മരിച്ചത്, അതല്ലെങ്കിൽ നമ്മുടെ ഹിജ്റ വർഷം ഇന്ന വർഷത്തിലാണ് മരിച്ചതെന്നൊരു ഡേറ്റ് ഉണ്ടല്ലോ. അതെന്തായാലും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ ഒരു തീയതിയുണ്ട്. ആ തീയതിയിലേക്കാണോ ഒരു പുതുവർഷം കിടക്കുമ്പോൾ ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിവില്ലെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഓരോ വർഷങ്ങൾ മാറുമ്പോഴും ഈ വർഷം എൻ്റെ ജീവിത പരിസമാപ്തിയുടേതാണോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. അത് എന്തിനു വേണ്ടിയാണ്?
ഒരു പുനർവിചിന്തനത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മനുഷ്യൻ സത്യത്തിൽ ബോധവാനാകുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് മരിക്കുമ്പോഴാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നാം പൂർണ്ണമായ ലക്ഷ്യബോധവും തിരിച്ചറിവും നമുക്കുണ്ടാകുന്നത് മരിക്കുമ്പോഴാണ്. അതാണ് ഖുർആൻ പറഞ്ഞ അൽഹാക്കുമുത്തക്കാതുർ ഹത്താ സുർതുമുൽ മഖാബിർ. ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ മനുഷ്യൻ അശ്രദ്ധനായിരിക്കുന്നതാണ്. അതുവരെ ഒരു മരണത്തെക്കുറിച്ചോ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ചുള്ള വളരെ ശ്രദ്ധാപൂർവമുള്ള ഹൃദയത്തിൽ കിടന്ന ഒരു ഓർമ്മയോ ഒരു ചിന്തയോ ഒരു ബോധമോ മനുഷ്യനെ യഥാർത്ഥത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവില്ല. അത് പൂർണ്ണമായി മനുഷ്യനിൽ എത്തുന്നത് ഞാൻ മരിക്കുകയാണല്ലോ എന്നറിയുമ്പോഴാണ് ആ ബോധം മനുഷ്യനിൽ പരിപൂർണനാകുന്നത് എന്നാണ്. ഒരു വലിയ മാറ്റത്തെയാണ് യഥാർത്ഥത്തിൽ ഈ മാറ്റങ്ങളെ കുറിക്കുന്നത്. അതിനും ചരിത്രപരമായ ഒട്ടേറെ സംഭവങ്ങളും ഒട്ടേറെ സംഭവ ബഹുലമായ പാഠങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കഴിഞ്ഞ കാലത്ത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, സാധാരണ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ മരിച്ച് മയ്യത്തിറക്കുമ്പോഴേ മനുഷ്യൻ ഇറങ്ങുള്ളൂ. സ്വന്തം വീട് വിട്ടു പോകാൻ ആഗ്രഹിക്കാത്തവരാണ് നമ്മൾ. ജീവിതത്തിൽ എപ്പോഴും ബെല്ലടിക്കുമ്പോൾ ഓടി വരുന്ന കുട്ടികൾ വീട്ടിലെത്താനാണ്, പെട്ടെന്ന് എത്തണം. ജോലി കഴിഞ്ഞ് ഒരു പക്ഷേ നിശ്ചയിച്ച സമയത്തെക്കാളും അരമണിക്കൂർ നേരത്തെ ഇറങ്ങാൻ ഉദ്യോഗസ്ഥന്മാർ ധൃതി കാണിക്കുന്നത് വീട്ടിലെത്താണ്. വീട്ടിൽ നിന്ന് വരുമ്പോൾ തിരിച്ച് വീട്ടിലെത്താനാണ് നമ്മുടെ ലക്ഷ്യം. ആ വീടുകൾ വിട്ടാണ് സ്വഹാബത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിജ്റ പോകുന്നത്. അതിലേക്ക് തിരിച്ചു വരുമോ എന്നറിയാതെ ആ ഒരു ഹിജ്റ പോക്ക് ജീവിതത്തിലെ ഏറ്റവും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള ഏറ്റവും വലിയ ത്യാഗമാണ് അവർ ചെയ്തത്. ഒരു പക്ഷേ അവരെ നാടിൽ നിന്ന് ആട്ടിയിറക്കുമ്പോൾ ഇതൊരു വലിയ വിജയമാണെന്ന് അന്നത്തെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയൊരു വിജയത്തിൻ്റെ മുന്നോടിയായിരുന്നു എന്നാണ് വസ്തുത. ആ മക്കയിലേക്ക് മക്ക വിജയ സന്ദർഭത്തിൽ സമ്പൂർണമായ ഒരു തിരിച്ചുവരവ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുണ്ട്. അത് മക്കയെയും മദീനയെയും രണ്ട് വിശാലമായ പ്രദേശങ്ങളെ വിജയിച്ചടക്കാനായിരുന്നു ആ ഹിജ്റ എന്നാണ് പിൽക്കാലത്ത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതും. ഏതായിരുന്നാലും ആ ഹിജ്റ വർഷത്തിൻ്റെ ആദ്യത്തെ മാസമായ മുഹറം മാസത്തിലാണ് നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിലുള്ളത്. ഹിജ്റ വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വേണ്ടത് 33 വർഷം നമ്മുടെ ഈ ക്രിസ്തു വർഷം 33 വർഷം നമ്മൾ പിന്നിടുമ്പോൾ സ്വാഭാവികമായും ഒരു വയസ്സ് നമ്മൾ അധികം കൂട്ടണം എന്നാണ് പറയണത്. അതായത് ഹിജ്റ വർഷം കുറച്ച് കുറവാണ് ഹിജ്റ മാസങ്ങൾ. അതുകൊണ്ട് പൊതുവേ ഒരു 33 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ഒരു വയസ്സ് ഏറെ കൂട്ടണം എന്നാണ്. ഒരു 66 വയസ്സ് കഴിഞ്ഞാൽ 2 വയസ്സ് ഏറെ കൂട്ടണം എന്നാണ് സ്വാഭാവികമായും ഹിജ്റ വർഷപ്രകാരം. അപ്പോൾ ഞാനും നിങ്ങളും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്തായിരുന്നാലും എത്ര ആളുകൾ ഇവിടെ ജീവിച്ചു, അവരെവിടേക്കാണുള്ളത് എന്നൊക്കെ അള്ളാഹുവിനറിയാം. ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യളില്ലു റബ്ബി വലാ യൻസ. മുൻ തലമുറകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞൊരു മറുപടിയാണ്, അതൊക്കെ എൻ്റെ റബ്ബിൻ്റെ രേഖയിലുണ്ട്. ഇവിടെ ആരൊക്കെ ജീവിച്ചു, അവരെന്തൊക്കെ ചെയ്തു എന്നൊന്നും ലാ യളില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് തെറ്റിപ്പോകയില്ല, എൻ്റെ റബ്ബ് മറന്നു പോകില്ല എന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിച്ചപ്പോൾ ചെയ്തതും നമ്മൾ സംഭവിച്ചതും എല്ലാ നന്മ തിന്മകളെല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഒരു റെക്കോർഡിലേക്കാണ് നമ്മളെല്ലാവരും നടന്നു പോകുന്നത് എന്ന് ഈ മാറ്റങ്ങളിൽ നമ്മൾ ഓർമ്മിക്കണം. മുഹറം മാസം അള്ളാഹു വിശുദ്ധ മാസമായി പരിഗണിച്ചിട്ടുള്ള 4 മാസങ്ങളിൽ ഒരു മാസമായി പരിഗണിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ മുഹറം മാസം എന്ന് പറയുന്നത്. അള്ളാഹു ആദരിച്ച പരിശുദ്ധമായ ഒരു മാസം എന്ന നിലക്ക് ആ മാസത്തിന് ഒരു ആദരവുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് ഉണ്ടാകുന്ന ഒരു ആദരവ് എന്ന് പറഞ്ഞാൽ അത് തഖ്വൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ അള്ളാഹുവിലും ഒക്കെ ശരിക്ക് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആദരവ് ഉണ്ടാവുന്ന ആ ആദരവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൊരു കാര്യം. എത്രമാത്രം എന്ന് വെച്ചാൽ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ കാലൊക്കെ ഒന്ന് കടയുമ്പോൾ എന്ത് ചെയ്യും, സഫിലിരിക്കുമ്പോൾ കാലൊന്ന് മുന്നോട്ടേക്ക് നീക്കി വെച്ചിരിക്കും, കാല് നീട്ടിയിരിക്കും, ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. അപ്പോൾ കാണുന്ന ചില ആൾക്കാർ വിചാരിക്കുന്ന കാലം അങ്ങനെ ഒരു ആദരവില്ലാതെ വെച്ച്, അതിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ എന്താണ്, പള്ളി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആദരവുണ്ട്, ഖുർആൻ എന്ന് പറയുമ്പോൾ ഒരു ആദരവുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾക്കുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള അടയാളങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായിട്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് അത് പറയുന്നത്. പല കാര്യങ്ങളിൽ സ്ഥലങ്ങളുണ്ട്. സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി കണക്ക് കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അഖ്സയും. അങ്ങനെ ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകമായ ചില പരിഗണനകളുണ്ട്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി പരിഗണിക്കപ്പെടും. അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ സ്ഥലങ്ങൾ,
അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് സഫയും മറുവയും എന്നാണ്. ഹജ്ജിൻ്റെ ജബൽ അറഫാത്ത്, മുസ്ദലിഫ, മിന, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി പരിഗണിക്കപ്പെടുന്നു. കാലങ്ങളിൽ അങ്ങനെ ഉണ്ട്. പരിശുദ്ധമായ ഷെഹ്റു മുബാറക് റമളാൻ കാലങ്ങളിൽ വിശിഷ്ടമായ അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ ശ്രേഷ്ഠമായ ദിവസങ്ങൾ യൗമ അറഫയുണ്ട്, അതേപോലെ തന്നെ അഷർ ദുൽഹിജ്ജയുണ്ട്, ദുൽഹജ്ജ് മാസത്തിലായത്തെ 10 ദിവസങ്ങൾ, അതേപോലെ തന്നെ ആശൂറ, അതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലുമുള്ള വെള്ളിയാഴ്ച, ഇതൊക്കെ അള്ളാഹു പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി നമുക്ക് പരിചയപ്പെടുത്തപ്പെടും. ബാങ്ക്, ഇഖാമത്ത്, ഇതിനെയൊക്കെ ചിഹ്നങ്ങളായിട്ടാണ്. നമസ്കാരങ്ങൾ അതെല്ലാം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി. ബലിമൃഗങ്ങൾ, അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങളെയൊക്കെ ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങളോടൊക്കെയുള്ള ഒരാദരവുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും തഖ്വയുടെയും ഭാഗമാണെന്ന്. എന്തിനേറെ പറയണം, ഇസ്ലാമികമായി നമ്മൾ സ്വീകരിക്കുന്ന ഒരു വസ്ത്രം പോലും, ഒരു സ്ത്രീ ധരിക്കുന്ന ഒരു ഹിജാബ് ഉണ്ടല്ലോ, അത് ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ്. എന്താണ് ഈ ചിഹ്നങ്ങളോടുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അതിനോടൊക്കെ എന്ത് സമീപനമാണോ നമ്മളോട് സ്വീകരിക്കാൻ പറഞ്ഞത് അത് ചെയ്യാം. ഇപ്പോൾ പള്ളിനെ ആദരിക്കാൻ എന്താണ്, പള്ളിക്കാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അപ്പോൾ 5 വക്തിനും പള്ളിക്ക് വരണമെന്നും ആ പള്ളിയിൽ ആരാധനകളും പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ നിർവഹിക്കണമെന്ന് അത് ചെയ്യുമ്പോഴാണ്, അതാണ് ആദരവ് എന്ന് പറഞ്ഞാൽ. ആദരവ്, ബഹുമാനം എന്ന് പറഞ്ഞാൽ ഓരോന്നിനോടും നമ്മളോട് ഹജ്ജിൻ്റെ ചിഹ്നങ്ങളെ എങ്ങനെയാണ്, സ്ഥലങ്ങളെ എങ്ങനെ ബഹുമാനിക്കുക, അവിടെ നമ്മൾ എത്തുക, അവിടെ നിർണ്ണയിക്കപ്പെട്ട മുസ്ദലിഫയിൽ ഉറങ്ങലാണത്, അറഫയിൽ നിന്ന് പ്രാർത്ഥിക്കലാണത്, കഅബനെ തവാഫ് ചെയ്യലാണത്. എന്താണോ നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞത് അത് നമ്മൾ നിർവഹിക്കുക. അതേപോലെ തന്നെ ഇത്തരം മാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ മാസങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് കുറച്ചും കൂടി ഗൗരവമുണ്ട് എന്ന് പറയും. ആ മാസങ്ങളിലുള്ള സൽപ്രവർത്തനങ്ങൾക്ക് പുണ്യമുള്ള പോലെ തന്നെ അന്ന് ചെയ്യുന്ന തെറ്റുകൾക്കും അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ ഗൗരവമുണ്ട്. അപ്പോൾ കുറച്ചൊരു സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ജീവിക്കണം. യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും. ഇങ്ങോട്ട് യുദ്ധം വന്ന് നമ്മൾ പ്രതിരോധിക്കുക എന്നല്ല, അതൊരു യുദ്ധം ആ മാസങ്ങളിൽ തുടങ്ങാൻ പാടില്ല എന്നും അതിൻ്റെ പവിത്രതയെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ, ഒരു റമളാൻ വരുമ്പോൾ നമുക്കതിലൊക്കെ ഒരു സന്തോഷം, പള്ളിയിൽ പോകുക അറിയുമ്പോൾ ഒരു മടിയല്ല, ഒരു സന്തോഷം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് നമ്മുടെ ഹൃദയത്തിൽ തോന്നേണ്ട ഒരു കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ മാസങ്ങൾ 12 ആണെന്ന് തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞപ്പോൾ അള്ളാഹ് നമ്മളോട് നിർദ്ദേശിച്ചൊരു കാര്യമാണ്, ഫലാ തളലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ആ മാസങ്ങളിൽ നിങ്ങളുടെ അക്രമം ചെയ്യരുത്. തെറ്റുകൾ ചെയ്യുന്നതിന് കുറച്ച് ഗൗരവമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഫീഹിന്ന എന്ന് പറഞ്ഞപ്പോൾ ഈ 12 മാസങ്ങളിലാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ല, ഈ വിശേഷമായി പറഞ്ഞ ഈ 4 മാസങ്ങളിലുമാണ് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. എന്തായിരുന്നാലും അതിനോടുള്ള ആദരവ് എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്പം കൂടെ ശ്രദ്ധ നമ്മൾ പതിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ മുഹറം മാസത്തെക്കുറിച്ച് പറയുമ്പോൾ നോമ്പിനൊരു പ്രത്യേക ശ്രദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു മാസമാണ് ഈ മുഹറം. നോമ്പിൻ്റെ കാര്യത്തിൽ നബി പ്രത്യേകമായൊരു ശ്രദ്ധ കൊടുത്തിരുന്നു. അതിലൊന്ന് സിയാമു യൗമു ആശൂറ, ഈ 10ൻ്റെ അന്നുള്ള നോമ്പാണ്. അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബ്ലഹു, മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച് പ്രത്യേകമായി തന്നെ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. മാ റഅയ്തു നബിയ യതഹറ സിയാമ യൗമി, ഈ ദിവസത്തിൽ നബി ശ്രദ്ധ കൊടുത്ത പോലെ, അതായത് നോമ്പിന് ഈ മാസത്തിൽ നബി കൊടുത്ത ശ്രദ്ധ, ഫളലഹു അലാ ഗൈരിഹി, മറ്റു സന്ദർഭങ്ങളിലൊന്നും കാണിക്കാത്തൊരു ശ്രദ്ധ നോമ്പിന് ഈ മാസങ്ങളിൽ കാണിച്ചിരുന്നു. ഇല്ല ഹാദൽ യൗമ ആശൂറ, ഈ യൗമ ആശൂറഇനും വഹാദ ശഹർ, ഈ റമദാൻ മാസത്തിലൊക്കെ നബി ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ പറ്റും. പിന്നെ നബി മദീനത്ത് ചെല്ലുന്ന സമയത്ത് ഈ മുഹറം 10ൻ്റെ അന്ന് ജൂതന്മാരെന്ത് ചെയ്തിരുന്നു, മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ആ ചരിത്ര സംഭവത്തെ ഓർത്തുകൊണ്ട് അവർ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പം നബി പറഞ്ഞൊരു വാക്കുണ്ടെന്ത്, മൂസാ നബിയോട് നിങ്ങൾക്കുള്ളതിനേക്കാളും വലിയ ബന്ധവും കടപ്പാടും ഞങ്ങൾക്കാണുള്ളത്. അൻതും അഹഖ് ബി മൂസാ മിൻഹും, ഞങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും, നിങ്ങളാണ് നബി സഹാബത്ത്, നിങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും കടപ്പാടുള്ള ആളുകൾ. അതുകൊണ്ട് ഫസൂമുഹു, നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായിട്ട് സ്വഹാബത്തിനോട് നിർദ്ദേശമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നോമ്പിന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. നമ്മളും ആ ദിവസത്തെ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനും ബനൂ ഇസ്രായേലിനും ചെയ്ത അനുഗ്രഹത്തെ
ഓർത്തുകൊണ്ട് ചെയ്യുന്നൊരു നന്ദി നോമ്പാണെന്നുള്ളതാണ്. അതൊരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നതെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. സത്യത്തിൽ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് വല്ല കയ്യും കണക്കുണ്ടോ സുഹൃത്തുക്കളെ? എത്രയോ ചരിത്രത്തിൽ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കടൽ കടത്തിനാണ് ബനു ഇസ്രായേലിൻ്റെ നോമ്പ് നോറ്റതും. ആ കടപ്പാടിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളാണ് നോമ്പ് നോൽക്കാൻ ഏറ്റവും കടപ്പെട്ടത് എന്ന് നബി ഇസ്ലാസ്മ പറഞ്ഞത്. നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങളും സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ എത്ര ഏറെയാണ്. അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും നമ്മുടെ ആരാധനകളെയും നമ്മുടെ നന്മകളെയും വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നതല്ലേ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യാണ്? പരസ്പരം നന്ദി ചെയ്യുക. അങ്ങനെ നന്ദി ചെയ്യുമ്പോൾ ഇൻ ശക്കർത്തും ലഅസീദന്നക്കും, അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് തരുമെന്നാണ്. ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം, അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, ഏത് വഴിക്ക് ചിന്തിച്ചാലും കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ പകരമായി അള്ളാഹുവിൻ്റെ ആരാധനകൾ വർദ്ധിപ്പിക്കാനും അള്ളാഹുവിൽ കൂടുതൽ സൂക്ഷ്മത അർപ്പിക്കാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കണമെന്നൊരു വലിയ സന്ദേശം അതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊരു വലിയ സംഭവം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഭൗതികമായ മനുഷ്യൻ്റെ തയ്യാറെടുപ്പുകളും അതേപോലെ തന്നെ കരുത്തും സൈന്യവും അധികാരവും ഒക്കെ എത്ര തന്നെ ഉണ്ടെങ്കിലും അള്ളാഹു ഇടപെട്ടാൽ അതിനൊന്നും ഒരു വിലയില്ല എന്നുള്ളതല്ലേ. ഫിർഔൻ എന്ന് പറയുമ്പോൾ തന്നെ ചരിത്രം വായിക്കുമ്പോൾ പോട്ടെ, വിശുദ്ധ ഖുർആൻ ഫിർഔനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തുമാത്രം ശക്തനും എന്തുമാത്രം ക്രൂരനുമായിരുന്നു. സഹോദരങ്ങളെ, വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ബനൂ ഇസ്രായേലുകാർ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ സത്യത്തിൽ ഒരു ബനൂ ഇസ്രായേലുകാരനെയും ഈജിപ്തിൽ അവശേഷിപ്പിക്കാത്ത വിധം ആട്ടി ഓടിക്കാൻ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവരെ ആട്ടി ഓടിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് തുരത്താണ്. നാട്ടിൽ എല്ലാവരും പാടെ കൂടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോൾ അവരെ ആട്ടി ഓടിക്കുന്നതിൻ്റെ ആവേശത്തിൽ പിറകെ വരുന്നവരാണ് ഫിർഔൻ്റെ സൈന്യം എന്ന് പറഞ്ഞാൽ. അവിടെ ഈ പ്രതിസന്ധികളൊക്കെ നിൽക്കുമ്പോഴും മൂസാ നബി പറഞ്ഞ ഇന്ന റബ്ബി സയഹ്ദീൻ എന്നാണ്. എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിക്കുന്നതാണ്. ഈ കടലിനപ്പുറത്തേക്ക് എത്താനും ഒരു വഴി എൻ്റെ റബ്ബുണ്ടാക്കുന്ന. കാരണം അള്ള പറഞ്ഞതാണ് മൂസാ നബിനോട്, നാളെ രാവിലെ നിൻ്റെ ആളുകളെയും കൂട്ടി ഇവിടുന്ന് പുറപ്പെടണം എന്ന് അള്ള പറഞ്ഞാണ്. അള്ള പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുറപ്പെട്ടതൊരു ലക്ഷ്യത്തിലെത്തും എന്ന ഉറപ്പ് മൂസാ നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു. ഇന്നാലെ മുതറക്കൂൻ എന്ന് കൂടുള്ളവർ നിലവിളിച്ച് പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിലുള്ള ആ വിശ്വാസത്താൽ ഒരിക്കലും പതറാതെ ഒരു ഭയവുമില്ലാതെ നിന്നു എന്നാണ്. ആ സമയത്താണ് അള്ളാഹു കടലിൽ അടിക്കാൻ പറഞ്ഞത്. കടലിൽ അടിച്ചപ്പോൾ എന്താണ്? ഫംഫല കുല്ലു ഫിറക്കെന്നാണ്. അതായത് എല്ലാ ഗോത്രങ്ങൾക്കും ഓരോ വഴിയാണ് തുടർന്നത്. കടലിൽ ഓരോ ഗോത്രങ്ങൾക്കും മറികടന്നു പോകാനുള്ള ഓരോ വഴികൾ, മനസ്സിലായി? ആ വഴികൾ കാണുമ്പോൾ ആവേശത്തോടു കൂടി ആ വഴിയിലേക്ക് ഇറങ്ങുകയാണ് ശത്രുക്കൾ ചെയ്യുന്നത്. അവസാനം എല്ലാവരും കരക്ക് കയറുകളും ആ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കും. അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് നമ്മൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇപ്പോൾ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കതിലൊക്കെ വലിയ സന്ദേശങ്ങളുണ്ട്. ഭൗതിക സന്നാഹങ്ങളോ ഭൗതിക സാഹചര്യങ്ങളോ നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ പണമാവട്ടെ, ആരോഗ്യമാകട്ടെ, എന്താവട്ടെ, നമ്മുടെ പ്രതികൂലതകൾ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള രംഗത്തുള്ള അക്രമങ്ങളാകട്ടെ, ഒറ്റപ്പെടുത്തലാകട്ടെ, എന്ത് വന്നാലും നമുക്ക് ഈ ശക്തികൾക്കൊക്കെ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ ശക്തി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. നമ്മൾ ഭരമേൽപ്പിച്ചവൻ റബ്ബുൽ അർഷാണ്. റബ്ബുൽ അർഷാണ്, ഏറ്റവും വലുത് അർഷാണ്, അള്ളാഹുവിൻ്റെ സിംഹാസനമാണ്. ആ റബ്ബുൽ അർഷ്, ആ അർഷിൻ്റെ ഉടമസ്ഥനാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധന ആ പടച്ചോ മദിനിക്ക് അലൈഹി തവക്കൽതു, അവന് ഞാൻ ഭരമേൽപ്പിച്ചു. വഹുവ റബ്ബുൽ അർശിൽ അളീം, അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാണ്. ഇന്ന റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിക്കും എന്ന് പറഞ്ഞ് ആശ്വാസത്തോടെ സമാധാനത്തോടെ ഒരു പതറാതെ നിൽക്കാൻ മൂസാ നബി അലൈഹി സ്വലാമിന് പറ്റിയത് ആ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് സുഹൃത്തുക്കളെ. ഇത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാത്രം ചരിത്രമല്ല, പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രത്തിൽ ഇത്തരം സന്ദർഭങ്ങളെയും സമയങ്ങളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ആ ചരിത്രം വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കാൻ ഈ മുഹറം മാസം വരുമ്പോഴൊക്കെ ആ സംഭവം ഓർമ്മിക്കും. ഈ നോമ്പിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ മൂസാ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയ സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അപ്പോൾ ആ ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാലുണ്ടാകുന്ന വിജയത്തെക്കുറിച്ചും ഏത് കാലഘട്ടങ്ങളിലുമുള്ള ആളുകളെ ഓർമ്മപ്പെടുത്താൻ ഈ ചരിത്രങ്ങൾക്ക് പറ്റും
എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനും ഏത് പ്രതിസന്ധികളെയും അള്ളാഹുവിലെ വിശ്വാസം കൊണ്ട് തരണം ചെയ്യാനും നമുക്ക് പറ്റണം. ഈ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കുകയും ഓരോ സന്ദർഭത്തിലും ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങളെ അതറിയേണ്ട വിധം മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി അതിനോട് അതിൻ്റെ ആദരവിലും ബഹുമാനത്തിലും പെരുമാറുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അത് നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാനാണ്. സത്യവിശ്വാസികൾ മുഴുവനും സഹോദരങ്ങളാണ്. പരസ്പര സ്നേഹവും ബന്ധവും എല്ലാ കാലഘട്ടത്തിലും നിലനിർത്തിക്കൊണ്ടുകൊണ്ട് ആളുകൾ ഈ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം അതാണ് സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും വലിയ ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ എനിക്കിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം എന്താകുമെന്ന ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. അത് നമ്മെ സ്നേഹിക്കുന്ന, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ഒരേ പരലോകത്തിലും ഒരേ അള്ളാഹുവിലും വിശ്വസിക്കുന്ന വിശ്വാസികളാണെന്നല്ല. അതുകൊണ്ടാണ് വിശ്വാസികൾക്കിടയിൽ 6 കടമകൾ നിശ്ചയിച്ചത്. വിശ്വാസികൾ തമ്മിൽ 6 കടമകളുണ്ട്. 6 കടമകൾ നോക്കൂ നിങ്ങൾ. നമ്മളെ പരസ്പര ബന്ധത്തെ സലാം പറയണം എന്നുള്ളതാണ്. സലാം പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യും? സ്നേഹിക്കുന്നതാണ്. പരസ്പര സ്നേഹമുണ്ടാകാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. ജനാസയെ പിന്തുടരും. ഒരാൾ മരിച്ചാൽ നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളവിടെ എത്തണം എന്നാണ് ആ സ്നേഹബന്ധങ്ങൾ. ഇപ്പോൾ ജുമാക്ക് നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ സ്നേഹവും കൂട്ടായ്മയും പുതുക്കപ്പെടുന്നു. നമ്മൾ ജമാഅത്തുകൾക്ക് വരുമ്പോൾ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും ആ പ്രദേശത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരാൾ എന്നും പള്ളിയിൽ വരുന്ന ആൾ വന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കും എന്താണ് അയാൾ വരാത്തതെന്ന്. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ഒരു ബന്ധം സമൂഹത്തോടും സമുദായത്തോടും വിശ്വാസികളോടും ചേർന്ന് നിൽക്കുക എന്നുള്ളതിൽ നമ്മളൊക്കെ നമ്മുടേതായ ബിസിനസ്സുകളും നമ്മുടേതായ പരിപാടികളിലുപരി നമ്മുടെ നാട്ടിലെ പള്ളിയായിട്ടൊന്ന് സഹകരിക്കാം, അവിടുത്തെ പ്രവർത്തനത്തിൽ നമ്മൾ ഭാഗവാക്കാകാം, അവിടുത്തെ ആളുകളോട് നമ്മൾ ബന്ധപ്പെടുക, നമ്മൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവിടെ ജമാഅത്തിൽ പങ്കെടുക്കുക, നമ്മുടെ അയൽപക്കത്തൊരു രോഗി ഉണ്ടെങ്കിൽ സന്ദർശിക്കുക. അതേപോലെ തന്നെ പരസ്പര ബന്ധങ്ങളെല്ലാം നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പരസ്പരം ക്ഷണിക്കാം, പരസ്പരം സഹകരിക്കാം. ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോകേണ്ട കാര്യമാണ്. എനിക്കതിനൊന്നും നേരമില്ല എന്നിലേക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണം. നമ്മളെ എല്ലാവർക്കും അറിയണം. ഒരു പക്ഷേ നമ്മളൊക്കെ മരിച്ച് പേര് പറഞ്ഞാൽ ഇന്ന ആൾ പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവും കൂടി ഇല്ല. എപ്പോഴത് മനസ്സിലാകുക? നമ്മളെപ്പോഴും എല്ലാ സമയത്തും ആ പള്ളിയിലുണ്ടാകുന്ന ആൾ, ആ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് വരുന്നില്ല ജുമാക്ക ഫസ്റ്റ് വന്നെത്തുന്ന ആൾ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവുക, ഈ സ്നേഹത്തിൽ നമ്മളൊപ്പം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് പോയ തെറ്റുകളെയും കുറ്റങ്ങളെയും ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗ്ഗത്തിൻ്റെ അഖിലുകാരാണ് തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്നാണ്. അള്ളാഹുവിൻ്റെ ഭയാനകമായ നരകശിക്ഷയെ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.